ഹായ് സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള സർക്കാർ സംഘടിപ്പിച്ചിട്ടുള്ള കൾച്ചറൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ മമ്മൂക്കയുടെ ഒരു സ്പീച്ചാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും വൈറലായിരിക്കുന്നത്. ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം. മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ, അദ്ദേഹം എന്താണെന്നും അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണെന്നുള്ളതും പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലേ. അദ്ദേഹം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒന്നല്ല, ഒരുപാടുണ്ട്. കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന സംഘടനയിലൂടെ അദ്ദേഹം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു പുതിയ തലമുറയ്ക്ക് അദ്ദേഹം പ്രചോദനമാകാറുണ്ട്. അദ്ദേഹം ഒരുപാട് ജീവൻ നിലനിർത്തി കൊടുക്കുന്ന ഒരു വലിയൊരു മനസ്സിന് ഉടമ കൂടിയാണ്. അദ്ദേഹത്തിന് ഒരു നടൻ എന്നതിലുപരി അദ്ദേഹം സഹജീവികളോട് കാണിക്കുന്ന ഈ കരുണ തന്നെയാണ് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് കൂടുതലും മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ, ആ ഒരു മനുഷ്യ സ്നേഹിയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഞാൻ പ്രത്യേകിച്ച് മമ്മൂക്ക എന്ന് പറയുന്ന നടനെയും അല്ലെങ്കിൽ ആ മനുഷ്യരെയും ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളും, കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരും കേൾക്കേണ്ട ഒരു സ്പീച്ചായിരുന്നു നമുക്ക് കൾച്ചറൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും വന്നിട്ടുള്ള ഈ ഒരു വാക്ക്. ഇത് തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ അത് തട്ടും. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണ് നമുക്ക് ആ ഒരു വീഡിയോയിൽ, ഒരു 5 മിനിറ്റ് വീഡിയോയിൽ അദ്ദേഹം ഇത്ര ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് തരുന്നത്. എന്തായാലും വീഡിയോ മിസ് ചെയ്യരുത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. എന്താണ് ഈ സംസ്കാരം, എന്താണ് ഈ കൾച്ചർ എന്ന് പറയുന്നത്? കാര്യമായിട്ടുള്ള പിടിപാടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നിയത്, എൻ്റെ അഭിപ്രായം മാത്രമാണ്, സംസ്കാരം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സാന്നിധ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക എന്നതാണ്. ഈ ലോകത്ത് നമ്മൾ മാത്രമല്ല, നമ്മളെപ്പോലെ കോടിക്കണക്കിന് മനുഷ്യർ കൂടെ അല്ലെങ്കിൽ മറ്റു ജീവികൾ കൂടെ ജീവിക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അവർക്ക് കൂടെ അവകാശപ്പെട്ടതാണ് ഈ ഭൂമി, അവർക്ക് കൂടെ അവകാശപ്പെട്ടതാണ് ഈ വായുവും ജലവും എല്ലാം എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ സംസ്കാര സമ്പന്നരാകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിദ്യാഭ്യാസം സംസ്കാരവുമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ. വിദ്യാഭ്യാസം ഉള്ളവർക്ക് മാത്രമേ സംസ്കാരം ഉണ്ടാകൂ എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. എൻ്റെ അനുഭവം അങ്ങനെയല്ല. പക്ഷേ വിദ്യാഭ്യാസം സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സംസ്കാരം തിരിച്ചറിയാൻ പറ്റും, കുറച്ചുകൂടെ സംസ്കാരത്തെപ്പറ്റി പഠിക്കാനും അറിയാനും സാധിക്കുമെന്നതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രമേ സംസ്കാരം ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരായിരിക്കും ഏറ്റവും കൂടുതൽ സംസ്കാര സമ്പന്നരെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ കാണാറില്ല. നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്നതോ നമ്മൾ കാണാതെ പോകുന്നതോ നമ്മൾ മറന്നു പോകുന്നതുമായി ഒരുപാട് സാംസ്കാരികതയുണ്ട് നമുക്ക്. അത് ഉണർത്താനോ ഓർമ്മപ്പെടുത്താനും വേണ്ടിയായിരിക്കണം സർക്കാർ ഇങ്ങനൊരു സംരംഭം തുടങ്ങിയത്. നമ്മളിവിടെ പലപ്പോഴും നമ്മുടെ മതേതരത്വം അല്ലെങ്കിൽ മത സഹിഷ്ണുത എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് സംസ്കാരത്തെ പറ്റി പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് മതങ്ങളെ അങ്ങോട്ട് പൊക്കോട്ടെ, മതങ്ങൾ നമ്മൾ ഉദ്ധരിക്കാൻ വിടണ്ട. നമ്മൾ മനുഷ്യരെ വിശ്വസിക്കുകയല്ലേ കുറച്ചുകൂടെ നല്ലത്. മനുഷ്യർ പരസ്പരം വിശ്വസിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ മതം. മതങ്ങൾ വിശ്വസിച്ചോട്ടെ, വിരോധമില്ല. പക്ഷേ നമ്മൾ പരസ്പരം വിശ്വസിക്കണം. പരസ്പരം നമ്മൾ കാണേണ്ടവരാണ്, പരസ്പരം ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. നമ്മളെല്ലാവരും ഒരേ വായു വിശ്വസിച്ച് ഒരേ സൂര്യവെളിച്ചത്തിൽ ജീവിക്കുന്ന, ഒരേ സൂര്യവെളിച്ചത്തിൻ്റെ എനർജി കൊണ്ട് ജീവിക്കുന്നവരാണ്. സൂര്യനും മഴയ്ക്കും വെള്ളത്തിനും ഒന്നും മതവുമില്ല, ജാതിയുമില്ല, രോഗങ്ങൾക്കുമില്ല. പക്ഷേ എന്നാലും നമ്മളിതിലെല്ലാം ഒരുപാട് വേർതിരിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. വേർതിരിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ സ്വാർത്ഥലാഭത്തിന് വേണ്ടി തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളും ഓരോ കാര്യങ്ങളും ഉണ്ടാകാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. സൂപ്പർ മമ്മൂക്ക. സത്യത്തിൽ ഇത് കേൾക്കുമ്പോഴല്ലോ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. കാരണം ഇത് കേട്ടിട്ട് നമ്മളങ്ങ് പോയാൽ പോരാ കേട്ടോ. മമ്മൂക്ക പറഞ്ഞിട്ടുള്ള കാര്യം, ഇന്ന് നമ്മൾ സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് മമ്മൂക്ക വളരെ ചുരുങ്ങിയ മിനിറ്റ് കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്തേണ്ടത് തന്നെയാണ്. കാരണം മതങ്ങളുടെ വഴിക്ക് പൊക്കോട്ടെ, നമ്മൾ അതിനകത്തോട്ട് പോയി ചേരുമ്പോഴാണ് ഇവിടെ ഈ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മനുഷ്യനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പല വീഡിയോകളിൽ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മനുഷ്യനായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. ഏതായാലും നമ്മുടെ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ നമുക്കൊക്കെ അഭിമാനം തന്നെയാണ്. കാരണം അദ്ദേഹം
ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇന്ന് പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ 50 വർഷത്തെ സിനിമാ ജീവിതത്തിൽ അദ്ദേഹത്തെക്കുറിച്ചിട്ട് പറയാൻ നമുക്ക് വേറൊരു നെഗറ്റീവ് അല്ലെങ്കിൽ സഹജീവികളോട് അദ്ദേഹം എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുന്നൊന്നും നമുക്ക് കാണിച്ചു തരാൻ സാധിക്കത്തില്ല. എന്താണേലും ഒരുപാട് സന്തോഷം. ഹൃദയത്തിൽ തട്ടിയ വാക്കുകളാണ് നമ്മുടെ മമ്മൂക്കാട. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്തിയാൽ നമുക്ക് ഇവിടെ ഒരു പ്രശ്നമില്ല. സുഖസുന്ദരമായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ നമുക്ക് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. പക്ഷേ പലരും പലരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മതത്തെ വളച്ചൊടിക്കുമ്പോഴാണ് നാട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് സിനിമാ മേഖലയിൽ പോലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഗ്രേറ്റ്, പ്രൗഡ്.